കയ്യും വെച്ച് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് പള്ളിയിൽ പൊക്കോ, സാധനം നിനക്ക് എന്തായാലും കർത്താവ് നേടിത്തരുമെന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? പ്രാർത്ഥിച്ച സാധനം കിട്ടിയില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ആ ഒരു ചെറിയ കാര്യം ഇന്നും ഇത്രയും വർഷമായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ചു വരുന്നുണ്ട്. സോ ഈ ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമല്ലേ? ആ ചുരുക്കത്തിൽ ഒന്നായി ഞാൻ മാറി. എങ്ങനെയാന്ന് കേൾക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ച കുഞ്ഞു പിള്ളേരെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, എന്തും കിട്ടും എന്ന് പറഞ്ഞു തരുന്ന എല്ലാ അപ്പന്മാരും അമ്മമാരെ പോലത്തെ ഒരു അപ്പനും അമ്മയാണ് എൻ്റെ. അപ്പം ഞാനും കുഞ്ഞിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കുറേ നാൾ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് എന്തായാലും അതെനിക്ക് തരുന്ന പൂർണ്ണ വിശ്വാസം. മറ്റേത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നേടിത്തരുന്നല്ലേ? കടുകുമണിയല്ല, എനിക്ക് മലയോളം വിശ്വാസം ഉണ്ടായിരുന്നു. സാധനം എനിക്കൊരു പർട്ടിക്കുലർ ഡേയിലേക്കായിരുന്നു വേണ്ടത്. ഡേ കഴിഞ്ഞു പോയി, സാധനം ഇട്ട് കിട്ടിയതുമില്ല. ഡിസപ്പോയിൻമെന്റ് 100% സോ ഒരു അടി കൂടാനുള്ള ഒരുക്കമായിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട് കൂടി ചോദിച്ചു. അപ്പനല്ലേ പറഞ്ഞ കൈ വിരിച്ച് പ്രാർത്ഥിച്ച പള്ളിയിൽ പോയ ദൈവം അത് തരും ഇത് തരും, കുഞ്ഞു പിള്ളേരെ പ്രാർത്ഥന വെക്കുന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയായിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട് പോയി. പുള്ളി എന്നോട് ചോദിച്ചു, നിന്റെ അടുത്ത് 2 ആൾക്കാർ വന്നിട്ട് ഒരാളുടെ കയ്യിൽ ഒന്നും കഴിക്കാനില്ല, മറ്റേ ആളുടെ കയ്യിൽ ചെറുതായിട്ട് ഭക്ഷണമുണ്ട്. നിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ, ശ്രദ്ധിച്ചു കേട്ടോട്ടാ, നിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഫുഡ് തരുമെന്ന് ചോദിച്ചാൽ ഒരാൾക്കേ നിനക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവരിൽ ആർക്ക് നീ കൊടുക്കുമെന്ന് ചോദിച്ചു. നിങ്ങളാണ് ആർക്ക് കൊടുക്കും? ഞാനും അതുപോലെ ചിന്തിച്ചു. കയ്യിലൊന്നും ഇല്ലാത്തവന് കൊടുക്കും, മറ്റേ ഇച്ചിരി ഫുഡ് ഉണ്ടല്ലോ അത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു. അപ്പം എൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അപ്പൻ പറഞ്ഞു, അപ്പം നീ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിൻ്റെ അടുത്ത് നീയല്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് അനുഗ്രഹങ്ങൾ ചോദിക്കുന്നുണ്ട്, കുറേ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ട്. നിനക്ക് ഇത്രേ ഉടുപ്പുണ്ടായിട്ട് ഈ ഒരു ഉടുപ്പിന് വേണ്ടിയിട്ടാണ് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ചോദിച്ചത്. ഒരു ഉടുപ്പ് പോലും ഇല്ലാത്ത പാവങ്ങൾ ഇഷ്ടം പോലെ തമ്പുരാൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തമ്പുരാൻ നിനക്ക് തരുമോ അവർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ഏത്? നോട്ട് ദ പോയിന്റ്. ഒബ്വിയസ്ലി കർത്താവ് അത് അവർക്ക് കൊടുക്കുള്ളൂ എന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു. ഇപ്പം ഈ കഥ എന്തിനാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഡിസപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ തൂത്ത് കളയാൻ പറ്റും, തുടച്ച് നീക്കാൻ പറ്റും. സംഭവം ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് നിങ്ങൾക്ക് നേടി തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തമ്പുരാന് നിങ്ങളെ ആവശ്യമില്ലാന്നോ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ഇല്ല എന്നോ അല്ല. നിങ്ങളുടെ വലതുവശത്താരെങ്കിലും അതിനേക്കാളും അർഹതയുള്ളവരുള്ളത് കൊണ്ട് തമ്പുരാൻ അത് അവർക്ക് കൊടുത്തു. നിന്റെ ടേണും വരും. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തണ്ട, നിന്റെ ടേണിൽ നിനക്കത് കിട്ടും. പിന്നെ ഒരു ബോണസ് കാര്യം ഞാൻ പറയാം. നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമനുസരിച്ച് കർത്താവ് തരുമെന്ന് പറയുന്നത് ചുമ്മാതല്ല. അത് കിട്ടണ്ടപ്പം കിട്ടും. അതുകൊണ്ട് പ്രാർത്ഥന ആഗ്രഹം ഒന്നും കുറയ്ക്കണ്ട, കണ്ടിന്യൂ ചെയ്തോ. ഡിസപ്പോയിൻമെന്റ് എടുത്ത് കളഞ്ഞോ, ഒന്ന് ചിന്തിച്ചാൽ മതി. നിനക്കത് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം നിന്നെക്കാളും അർഹിക്കുന്ന ഒരുത്തനത് കിട്ടിയെന്നാണ്. അപ്പൊ അതിലങ്ങ് സന്തോഷിച്ചോളൂ. ഏത്?